ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ജീൻസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടണില്ലേ അത് പൊട്ടിപ്പോയാൽ എങ്ങനെ ഫിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ജാക്കറ്റ്, അതുപോലെ ജീൻസിൻ്റെ ഓവർ കോട്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ജീൻസിൻ്റെ ബട്ടൺ ഒരു മെഷീൻ്റെയും സഹായമില്ലാതെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം എന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ചെയ്യാം, അതുപോലെ എങ്ങനെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ജീൻസിൻ്റെ ബട്ടൺ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇതുപോലെ ഒരു ബട്ടൺ ഉണ്ടാവും. അതിന് പല സൈസും ഉണ്ട് കേട്ടോ, വലുത് ചെറുത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിന് 3 രൂപയും 5 രൂപ അങ്ങനെയൊക്കെയാണ്. വലുതാവുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടും. അങ്ങനെ ഇപ്പോൾ ഞാൻ 2 അളവിലുള്ള ബട്ടണാണ് വാങ്ങിയിരിക്കുന്നത്. ഒന്ന് വലുതും ഒന്ന് കുറച്ചൊരു ചെറുതുമാണ്. അപ്പോൾ ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിതുപോലെ ഒരു ആണി വേണം. ഈ ഒരു സംഭവമാണ് നമ്മൾ പിറകു വശത്ത് വെച്ചിട്ട് ഈ ഒരു ബട്ടണിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ബട്ടൺ എടുത്തിട്ട് ഇതെങ്ങനെയാണ് ക്ലോത്തിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എവിടെയാണോ ബട്ടൺ വെക്കേണ്ടത് ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഒന്നെങ്കിൽ നമ്മുടെ ഷർട്ടിനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ജീൻസിൻ്റെ പാൻറ്റിനായിരിക്കും. അപ്പോൾ ആ സ്ഥലം നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിൻ്റെ താഴ്വശത്തും മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ 2 വശത്തും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഒരു സീസറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഷാർപ്പ് എഡ്ജുള്ള ഒന്നെടുത്തിട്ട് നന്നായി ഒന്ന് കുത്തി ഒരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. കട്ട് ചെയ്യണ്ട കേട്ടോ, കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ ഹോളാവും. ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്വശത്താണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഈ ആണി ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ താഴ്വശത്ത് കണ്ടോ ഇതുപോലെ ആണി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹോളിലൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടോ ആണി കറക്റ്റായിട്ട് നമ്മുടെ നല്ല വശത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ബട്ടൺ ഇതുപോലെ തിരിച്ചു വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ബട്ടൻ്റെ ഹോള് കാണാം. ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ആണി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു പിന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള ഒന്നെടുത്തിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒറ്റൊരു പ്രസ്സേ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഒരു തവണ പ്രസ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ പ്രസ് ചെയ്യാൻ നിൽക്കരുത്, അത് ഒടിഞ്ഞു പോവും. അപ്പോൾ ഒറ്റ പ്രസ്സിൽ തന്നെ അത് അവിടെ ലോക്കായിട്ടുണ്ടാവും. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ഒരു ഹോൾ ഉണ്ടാക്കി അതിലൂടെ ഈ പിന്നിട്ട് കൊടുത്തു. എന്നിട്ട് ആ പിന്ന് നമ്മൾ നമ്മുടെ മെയിൻ ബട്ടണിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും എടുത്തിട്ട് ഒറ്റ പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പ്രസ്സിൽ തന്നെ അതവിടെ കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്ത് വരും. കണ്ടോ, ഇപ്പം ഞാനിവിടെ കറക്റ്റായിട്ട് ബട്ടൺ ഫിറ്റാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ നമ്മൾ ജീൻസിൻ്റെ ബട്ടൺ ഇളകിപ്പോയാലും ഇതുപോലെ ഒരു ബട്ടൺ വാങ്ങി വെച്ച് അത് ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ജാക്കറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഇതിന് മുന്നേയുള്ള വീഡിയോ ഈ ജാക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ്. പക്ഷേ ആ ജാക്കറ്റിൻ്റെ ഫിനിഷിങ് വരുന്നത് ആ ഒരു ബട്ടൺ കൂടി വരുമ്പോൾ ആണ്. അതേപോലെ തന്നെയാണ് ഈ ജീൻസിൻ്റെ ജാക്കറ്റും വരുന്നത്. ഇതും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു ബട്ടൺ വെച്ച് കൊടുത്തതാണ്. ആ ബട്ടൺ ചെറുതാണ്, പക്ഷെ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തത് കുറച്ച് വലിയ ബട്ടണാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആ ബട്ടൺ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫൂട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫൂട്ട് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ബട്ടൺ ഹോൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണയുള്ള ആ ഒരു ഫൂട്ട് മാറ്റിയിട്ട് അതിന് പകരം അവിടെ ബട്ടൺ ഹോളിൻ്റെ ഫൂട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഫൂട്ടിൻ്റെ പ്രത്യേകത, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതളവിലാണോ ബട്ടൺ ഹോളിൻ്റെ സൈസ് വേണ്ടത് അതിനനുസരിച്ച് ഇത് വലുതാക്കും ചെറുതാക്കും ഒക്കെ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഈ ഒരു റെഡ് ലൈനില്ലേ, ആ ഒരു റെഡ് ലൈൻ കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അതിപ്പോൾ നമ്മുടെ ഫൂട്ടിൽ കാണുന്ന ആ ഒരു റെഡ് മാർക്കിൻ്റെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് വെക്കുക. അപ്പോൾ എവിടെയാണോ വേണ്ടത് അവിടെ വെച്ച് അതിനനുസരിച്ച് ബട്ടൺ ഹോൾ നമുക്ക് ഈസി ആയി ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യേണ്ട ക്ലോത്തോ അല്ലെങ്കിൽ ഡ്രസ്സോ എടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് അത് നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കാം. എന്നിട്ട് ഈ ഫൂട്ട് കണ്ടോ, ഈ ഫൂട്ടിൽ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ വലിയ ബട്ടൺ ആയതുകൊണ്ട് തന്നെ 5ലാണ് ഈ ഒരു ബട്ടൺ ഹോൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. കണ്ട ആ ഒരു മാർക്കിൻ്റെ കറക്റ്റ് ആ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ വെച്ചു. 5ആണ് ആ മാർക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മെഷീൻ്റെ സെലക്ടറും അതുപോലെ തന്നെ ലെങ്ത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം.
നോർമലി നമ്മൾ എയിലാണ് സെലക്ടർ വെച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ മാറ്റി കണ്ടോ ഇതുപോലെ ബട്ടൺ ഹോളിൻ്റെ ഒരു ഡിസൈൻ വരും. അപ്പോൾ ആ ഒരു ഭാഗത്ത് 1 എന്ന് പറയുന്ന സ്ഥലത്ത് വേണം നമ്മൾ സെലക്ടർ വെക്കാൻ. അതുപോലെ ലെങ്ത്ത് കണ്ടോ 1ലും അല്ല, അതും കഴിഞ്ഞ് 1ൻ്റെയും 0ൻ്റെ ഇടയ്ക്കുള്ള ഒരു ഓപ്പണിങ്ങിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ ബട്ടൺ ഹോൾ ചെയ്ത് കഴിയുന്നത് വരെ ആ ഒരു സൈസ് മതി. പക്ഷേ സെലക്ടർ നമുക്ക് ഇടയ്ക്കിടെ മാറ്റേണ്ടി വരും. അത് നമുക്ക് ഓരോന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് സൂചിയിലേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മളിവിടെ ഫൂട്ടൊക്കെ വെച്ച് കറക്റ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഫൂട്ട് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ മൂവ് ചെയ്ത് ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ അവിടെ നിർത്തുക. എന്നിട്ട് സൂചി പൊക്കി തന്നെ വെക്കുക. ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും പോയിട്ട് നമ്മുടെ നോബ് സെക്കൻഡിലേക്ക് തിരിക്കുക. സെലക്ടറാണ് തിരിക്കേണ്ടത്. കണ്ടോ ഇത് സെക്കൻഡ് 2 എന്ന് എഴുതിയ ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റായിട്ട് തിരിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒരു 2-3 സ്റ്റിച്ച് മാത്രം കൊടുക്കുക. എന്നിട്ട് അവിടെ നിർത്തി സൂചി മുകളിലേക്ക് തന്നെ വേണം കേട്ടോ. വീണ്ടും നമുക്ക് സെലക്ടർ ഒന്ന് തിരിക്കാം. ഇവിടെ 3 എന്ന് എഴുതിയിട്ടുണ്ടോ ആ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്ത് വെക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇത് നമ്മൾ ബാക്കോട്ടാണ് കേട്ടോ സ്റ്റിച്ച് പോവുക. കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവും. അത് ആ ഒരു ഫൂട്ടിൻ്റെ തന്നെ പ്രത്യേകതയാണ്. ഫൂട്ട് ഇങ്ങനെ നീങ്ങി വരും. പക്ഷേ ഇവിടെ 5 ആവുമ്പോൾ നമ്മളവിടെ നിർത്തണം. 5 എന്ന ഒരു പോയിന്റിലാണ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കണം. ഓട്ടോമാറ്റിക്കലി നിൽക്കില്ല. അതിനുശേഷം നമുക്ക് ഫൂട്ട് വീണ്ടും തിരിക്കാം. ഇവിടെ 4 എന്ന് എഴുതിയിട്ടുണ്ട് 2 4. അപ്പോൾ ആ 4 എന്ന് എഴുതിയ ഭാഗത്തേക്ക് ഒന്നുകൂടി തിരിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും ഒരു ജസ്റ്റ് ഒരു കെട്ടിടുന്നത് പോലെയാണ്. അപ്പോൾ ഒരു 3-4 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം മെഷീനിൽ നിന്ന്. അപ്പോൾ കാണുമ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഫ്രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ ബാക്ക് വശത്തും ഒക്കെ വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അതിന് ഇതുപോലെ ബട്ടൺ ഹോൾ കട്ടർ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിസർ വെച്ചിട്ട് മറ്റ് നൂലൊന്നും കട്ടാവാതെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ ഒരു ഓപ്പണർ ജസ്റ്റ് അതിലൊന്ന് കുത്തി ഹോളാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മുന്നോട്ട് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് കട്ടായിട്ട് വരും. ഇനി നമുക്ക് നേരത്തെ അറ്റാച്ച് ചെയ്തെടുത്ത് ആ ബട്ടൺ ഒന്ന് ഇതിലൂടെ ഇട്ട് നോക്കാം കേട്ടോ. ആ ഒരു 5 പോയിന്റ് ദൂരം വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലുള്ള വലിയ ബട്ടണൊക്കെ നമുക്ക് പെട്ടെന്ന് ഇടാനും അതുപോലെ തന്നെ ഊരിയെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാലും അല്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് ടൈം എത്രയും പെട്ടെന്ന് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.